ഏതായാലും മക്കൾ വഴിപിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു റോൾ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഉണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. وهل يرجى لأطفال كمال إذا ارتضعوا ثدي الناقصات. ധീനിബോധമില്ലാത്ത അള്ളാഹുവിനെ പേടിയില്ലാത്ത ഉമ്മമാർ മുലപ്പാല് നൽകിയാൽ ആ മക്കൾ എങ്ങനെയാണ് നന്നാവുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, അദ്ദിബൂ ഔലാദകും അലാ സലാസത്തി ഖിസാൽ. മക്കളെ നിങ്ങൾ 3 കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന് ഹുബ്ബി നബീക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. 7 വയസ്സായ വക്കതിരിവുള്ള ഒരു മകളോട് 5 വയസ്സായ ഒരു മകനെ ഉപ്പ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ, ഉമ്മ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ, നീ സ്നേഹിക്കേണ്ടത് മുത്തു റസൂലുള്ളാഹ് ഹബീബിനെയാണെന്ന് പറഞ്ഞ് അവർക്ക് ഹബീബിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആ മക്കൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാതിരിക്കുമോ? ഹബീബിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുമോ? നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഇത് പറഞ്ഞു കൊടുത്തു എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ഉപ്പയും നമ്മുടെ സദസ്സിലുണ്ടോ? മോനെ മദ്രസയിലേക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ടായില്ല. ഉപ്പ പറയണം, ഉമ്മ പറയണം, മോനെ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം. ഇത് ഞാനല്ല പറഞ്ഞത്, മുത്ത് റസൂലുള്ളാഹ് മദീനയുടെ രാജകുമാരൻ, ലോകത്തിന്റെ വെള്ളി നക്ഷത്രം, അള്ളാഹുവിന്റെ ഹബീബ്, വിനയത്തിന്റെ പ്രതീകം, കാരുണ്യത്തിന്റെ കടല് മുത്ത് റസൂലുള്ളാഹ്. മക്കളെ പഠിപ്പിക്കണം നമ്മൾ. ഇത് പഠിപ്പിക്കാൻ നമ്മൾ വീഴ്ച വരുത്തിയാൽ, നമ്മുടെ ഭാഗത്തു നിന്ന് ന്യൂനതകൾ വന്നു പോയാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വഴി പിഴച്ചു പോയാൽ ഉത്തരവാദികൾ ഉപ്പമാരാ, ഒളിച്ചോടിയാൽ കാരണക്കാരൻ ഉപ്പ തന്നെ, ഉമ്മ തന്നെ. എന്റെ പ്രശ്നമെന്നറിയോ? നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നന്നായി ചെയ്തിട്ടില്ല. ആലോചിക്കേണ്ടേ? ഹബീബ് പറഞ്ഞുവല്ലോ, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാ. അള്ളാഹു ഒരാൾക്ക് അധികാരം നൽകിയാൽ, അള്ളാഹു ഒരാളെ രാഷ്ട്രീയ നേതാവാക്കിയാൽ, അള്ളാഹു ഒരാളെ നാടിന്റെ നേതാവാക്കിയാൽ, അള്ളാഹു ഒരാളെ കുടുംബത്തിന്റെ നേതാവാക്കിയാൽ, ഉപ്പമാർക്ക് മക്കളുണ്ടായാൽ, ഉമ്മമാർക്ക് മക്കളുണ്ടായാൽ, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാ. ഏത് ചെറുപ്പക്കാരനും ഏത് വയസ്സായ ആളുകൾക്കും, ആണിനും പെണ്ണിനോടുമാണ് ഹബീബ് പറയുന്നത്, നിങ്ങളുടെ കീഴിൽ ഉത്തരവാദപ്പെട്ട ചിലരുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മക്കളുടെ ഉത്തരവാദിത്വം ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിലാണല്ലോ അല്ലേ? നമ്മുടെ മക്കളെ നോക്കേണ്ടത് ഉപ്പയും ഉമ്മയുമല്ലേ? മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാ. അല്ലാഹു ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും മക്കളെ നൽകി. യമൂതു യൗമ യമൂത്ത്. അങ്ങനെ വാർദ്ധക്യത്തിന്റെ പടിവാതിൽക്കലെത്തി, വെള്ള സോക്സിട്ട മുടിനാറുകൾ വന്നു, മരണത്തിന്റെ വെടിപ്പാടകളെ മരണത്തിന് മുമ്പ് കീഴടങ്ങിയാൽ, യമൂതു യൗമ യമൂത്ത്. ആ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. വഹുവ ഗാശുൻ ലിറഅയ്യതിഹി. മക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ വീട്ടിയിട്ടില്ല. എന്താണ് മക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേൾക്കണം, കാത് തുറന്ന് കേൾക്കണം. ഉമ്മമാരെ, ഉപ്പമാരെ, മനസ്സ് തുറന്ന് കേൾക്കണം. നെഞ്ചകങ്ങളിൽ ഇത് കുറിച്ചു വെക്കണം. മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാ. അല്ലാഹു മക്കളെ നൽകി, അല്ലാഹു അധികാരം നൽകി. യമൂതു യൗമ യമൂത്ത്. മരിക്കുന്ന സമയത്ത് മരിച്ചുപോയാൽ, വഹുവ ഗാശുൻ ലിറഅയ്യതിഹി. മക്കളോടുള്ള ബാധ്യതകൾ ഉപ്പമാര് വീട്ടിയിട്ടില്ല, ഉമ്മമാരും. രാഷ്ട്രീയ നേതാക്കൾ പ്രജകളോടുള്ള ബാധ്യത വീട്ടിയിട്ടില്ല. നാടിന്റെ നേതാക്കൾ നാടിനോടുള്ള ബാധ്യതകൾ, പള്ളിയുടെ നേതാക്കൾ മഹല്ലിനോടുള്ള ബാധ്യതകൾ വീട്ടിയിട്ടില്ല. അങ്ങനെ മരിച്ചുപോയാൽ ഇല്ല. പേടിക്കണം. ഈ ഹദീസ് ഭയപ്പെടേണ്ട ഹദീസാണിത്, പേടി തോന്നുന്ന ഹദീസാണിത്. ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന. അല്ലാഹു അയാൾക്ക് സ്വർഗം ഹറാമാക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹ്. എന്താണ് മക്കൾക്ക് നൽകേണ്ട ബാധ്യത? ഒന്ന് പറഞ്ഞു, ഹുബ്ബി നബിയിക്കും. മക്കളോട് പറയണം അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ. പറഞ്ഞിട്ടില്ല, ബാധ്യത നിറവേറ്റിയിട്ടില്ല.
വഹുബ്ബി അഹ്ലി ബൈതിഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ, സയ്യിദന്മാരെ തങ്ങന്മാരെ കാണുമ്പോൾ ഒന്ന് കൈപിടിച്ച് ചുംബിക്കാൻ, അവരെ കാണുമ്പോൾ ഒന്ന് എണീറ്റ് നിന്ന് ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, അവരെ സ്നേഹിക്കാനും പഠിപ്പിക്കണം. അതും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ബാധ്യതയും ചെയ്തിട്ടില്ല. ഉണ്ടോ ചെയ്തിട്ടുണ്ടോ? മൂന്നാമത്തെ ബാധ്യത തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ പഠിപ്പിക്കണം. പഠിപ്പിച്ചോ? മദ്രസയിലേക്ക് പറഞ്ഞേച്ചു എന്നത് ശരി തന്നെ. പക്ഷേ രാത്രി വീട്ടിലേക്ക് വന്നപ്പോ അന്ന് പഠിച്ച ഏതെങ്കിലും ഒരു പാഠങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഉപ്പമാർക്ക് സമയം ലഭിച്ചൊന്നു വരില്ല. ഉമ്മമാരുടെ കയ്യിലാണ് ഭരണമുള്ളത്, മക്കളുടെ ഭരണം. ഉമ്മ, നിങ്ങളൊന്ന് ഓദിച്ചു നോക്കിയിട്ടുണ്ടോ സൂറത്തുൽ ഫാത്തിഹ? നിങ്ങളൊന്ന് ഓദിച്ചു നോക്കിയിട്ടുണ്ടോ സൂറത്തു യാസീൻ? തജ്വീദിന്റെയും അഖ്ലാഖിന്റെയും അഖീദയുടെയും പാഠങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? 3 ഡ്യൂട്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. എന്നിട്ട് ഹബീബ് പറഞ്ഞു, ഫഇന്ന ഹമലത്തൽ ഖുർആൻ, നാളെ അർശിന്റെ തണല് വേണോ? ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മൾക്ക് നാളെ അർശിന്റെ തണല് വേണോ? എങ്കിലും നല്ല എണീറ്റിക്ക്. ഉറക്കം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വയസ്സായ ആളുകൾക്ക് ഇരിക്കാം, ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ എണീറ്റിരിക്കുക, കുഴപ്പമൊന്നുമില്ല. ഒന്ന് സ്വലാത്ത് ചൊല്ലു. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു sallallahu alayhi wa sallam, sallallahu ala Muhammad, sallallahu alayhi wa sallam, sallallahu ala Muhammad, sallallahu alayhi wa sallam, sallallahu ala Muhammad, sallallahu alayhi wa sallam. على محمد يا ربي صل عليه وسلم.